തീർച്ചയായും ഈ വിജയം കഴിഞ്ഞ അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ BJPയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വിനയപുരസരം BJP വിജയത്തെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, വാക്കുകളൊക്കെ തന്നെ ഞങ്ങൾ പാലിക്കും. തിരുവനന്തപുരത്തെ 5 വർഷത്തിനകം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി മാറ്റും. മുഴുവൻ ജനപ്രതിനിധികളെ, ജയിച്ചു വന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ പേരോടും വിനയപുരസരം നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ വിജയം ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കുന്തോറും ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിനയവും കൂടുകയാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഞാൻ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും, സത്യസന്ധമായി BJP കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷമായി പ്രവർത്തിച്ച, കഴിഞ്ഞ 5 വർഷം വളരെ വലിയ പോരാട്ടമായിരുന്നു ഞങ്ങൾ നടത്തിയത്. രാവും പകലും ഞങ്ങൾ സത്യസന്ധമായി അഴിമതിക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ എല്ലാ വാഗ്ദാനവും പാലിക്കും. അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജനങ്ങൾ അഴിമതിക്കാരെ, ജനങ്ങളുടെ പണം വീട്ടുകാരൊക്കെ കട്ടെടുത്തുന്നവരെയൊക്കെ ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരുത്തുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറല്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, പശ്ചിമ ബംഗാളിൽ ഏത് തരത്തിലാണോ CPMനുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടി കേരളത്തിലുണ്ടാകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇത്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങേയറ്റം തന്നെ വിനയപുരസരം ഈ വിധിയെ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം, ഭൂരിപക്ഷം വന്നതിന് ശേഷം പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഘടകങ്ങളിൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ എന്നുള്ളവർ അക്കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. സന്തോഷം. അതിലേക്കാണല്ലോ പോകുന്നത്. ജനങ്ങൾ എന്തായാലും ഇപ്പോൾ KPCC പ്രസിഡന്റ് പ്രശാന്ത്, KPCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞതായിട്ട് ഞാൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി തങ്ങളാൽ ആവുന്നതൊക്കെ. എനിക്ക് പറയാനുള്ള അതേ ഒരു MLA കൂടിയാണ്. ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്മാറണം. അതിന് അദ്ദേഹം എന്താ പറഞ്ഞത്, ഞങ്ങൾ CPMമായിട്ട് ചേരുമെന്നാണ്. തീർച്ചയായിട്ടും ജനവിധി എന്താണോ അത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഞങ്ങൾ പ്രതിപക്ഷത്തും ജയിച്ചു വന്ന കൗൺസിലർമാരുൾപ്പെടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ശൈലി. അദ്ദേഹം പറഞ്ഞല്ലോ, വികസനത്തിൽ നമുക്ക് ഒരുമിക്കാം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് അതാത് തലങ്ങൾ നിർത്തിയിട്ട് വികസനത്തിന് ഒതുക്കാം. ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനം, മുന്നേറ്റം, പാവപ്പെട്ടവരുടെ ജീവൻ നിലവാരം മെച്ചപ്പെടുത്തും. ഞങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട്, 1 വർഷത്തിനകം തെരുവ് നായ്ക്കളെ ശല്യം ഞങ്ങൾ അവസാനിപ്പിക്കും. വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പരിഹരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കും. 5 വർഷം കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം പട്ടണത്തിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞ മേജർ കാര്യങ്ങൾ ഊന്നിയുള്ള പ്രയാണം ഞങ്ങൾ ആരംഭിക്കും. അല്ല, വരട്ടെ, അതൊക്കെ സംസ്ഥാന അധ്യക്ഷൻ അക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷം അതിനുള്ള രാഷ്ട്രീയമായിട്ടുള്ള മറുപടികൾ അദ്ദേഹം പറയും. ഓക്കെ. അല്ല, LDF അല്ല LDFും UDFും ജനവിധി അംഗീകരിക്കുമെന്നാണ് വിശ്വാസം. അവർ ജനവിധി അംഗീകരിക്കണം. കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നല്ലോ. ഞങ്ങൾ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചു. അതെ, 50 സ്വാഭാവികം 100 സീറ്റുള്ളത് 50 ഞങ്ങൾക്കായി, 50 സീറ്റായി. 1 സീറ്റിൽ പിന്നെയുള്ള ഇലക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നന്ദി. സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും, രാവും പകലും ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും കൂടെ നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.